When you will be back? Good morning guys. Welcome to my YouTube channel. ഇപ്പോൾ ഇവിടെ 8 മണിയായിട്ടേ ഉള്ളൂ ഗൈസ്. ഞാൻ എണീറ്റു ഫ്രഷ് ആവാനൊക്കെ പോകുകയുള്ളൂ. സോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ ഓർത്തിട്ടായിരുന്നു കിടന്നത്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നത് ചെയ്തതല്ലേ എടുത്തേക്കാം എന്ന്. സോ നമുക്ക് കണ്ടാലോ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഫസ്റ്റ് നമുക്ക് ഫ്രഷ് ആവട്ടോ. ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഈ ഐസ് ക്യൂബ് വെള്ളത്തിലിട്ടിട്ട് നോക്കും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ഇറ്റ്സ് ബീൻ 2 days ഉള്ളി. നോക്കണം എന്തെങ്കിലും ബെനിഫിറ്റ്സ് എനിക്ക് കൊടുക്കാൻ. കുറേ പിമ്പിൾസും സ്മോൾസും ബോയിൽസ് പോലെ വരുമ്പോൾ അത് പോകുമോ നോക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവം ഇത്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം ഇതിലൊക്കെ വ്ളോഗിലായി. സോ നമുക്ക് ഫ്രഷ് ആയാലോ. ഫ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അയ്യോ, അമ്മ നാട്ടിൽ തന്നോട്ട നാച്ചുറൽ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്യും. അയ്യോ, ഇന്നിവിടെ ആക്ച്വലി ഹോളിഡേ ഉണ്ട് ഗൈസ്. പക്ഷേ ശ്രാവണും പപ്പയ്ക്കും കുറച്ച് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. മുഹറത്തിൻ്റെ അവധി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഒരു 4 days അവധിയുണ്ട്. നമ്മുടെ സൈറ്റിലൊക്കെ ഇപ്പോൾ വർക്കുകളുണ്ട്. ദേ ആർ ബിസി. നമുക്കിനി ഫേസ് വാഷൊക്കെ കൊടുക്കാൻ കഴിയും. എല്ലാം ഇപ്പം നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ എല്ലാം അമ്മ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ എല്ലാം അമ്മ തന്നിട്ടത്. ഇതൊക്കെ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് നാളത്തേക്ക്. ചില ഇങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് കഴുകാൻ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഡ്രൈ ആവുന്നില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ ആക്റ്റീവ്സ് ഒക്കെ ഉള്ള ഫേസ് വാഷ് ആയിരുന്നു. ജസ്റ്റ് നോർമൽ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ തോന്നി. ഒത്തിരി ടൈംസൊന്നും ഞാൻ ചെയ്തില്ല. ഒരു 5 times ഒക്കെ ഞാൻ ചെയ്തുള്ളൂ. അത്ര നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും നമുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ബോഡിയും കൂടെ വാഷ് ചെയ്തിട്ട് ഓടിയിറക്കാം. ക്യുക്ക് ഷവറായിരുന്നു കേട്ടോ അത്. രാവിലെ എനിക്ക് ഭയങ്കര മടിയായിപ്പം ഒത്തിരി നേരം വെള്ളത്തിനിടയിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും കഴിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. കുറച്ച് നാളായി ഞാൻ ഹീറ്റിംഗ് ഒക്കെ കുറച്ചേക്കോ ഹെയർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ എൻ്റെ ഒറിജിനൽ മുടികളൊക്കെ വരാൻ തുടങ്ങി. സ്പ്രിങ്സ് അവരൊക്കെ പുറത്തു വന്ന് നിൽക്കാൻ തുടങ്ങി. എനിക്ക് ആക്ച്വലി ബേബി ഹെയർ ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി സ്പ്രിങ് പോലെ ഞാൻ ഫ്രണ്ട് വന്നിരിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മിക്ക തവണയും ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നാട്ടിൽ പോയിട്ട് അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു സം റീസൺസ്. അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ സഹിച്ചേ പറ്റുള്ളൂ. സോ നമുക്കിനി പുറത്തു പോയി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാം ഗൈസ്. ശ്രാവൺ പോയൊന്നും നോക്കാം. കാരണം ധൃതിയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വാഷ്റൂമിലോട്ട് കയറിയ ടൈമിൽ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും. വിളിച്ച് ഗൈസ് എൻ്റെ മുമ്പേ
സ്കിൻ കെയർ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ കുറേ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ടോണറും മോയ്സ്ചറൈസറും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് തന്നെ ഞാൻ ഡോക്ടറിനോടൊക്കെ ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പം ഇടയ്ക്കെങ്ങാനും, പിന്നെ പൊതുവേ ഇപ്പം മടിയാണ് മേക്കപ്പൊക്കെ ചെയ്യാൻ പുറത്ത് പോകുന്നതാകുമ്പോഴായാലും. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന വല്ലപ്പോഴൊക്കെ ആകുമ്പോഴൊക്കെ നടത്തുമ്പോൾ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ ലിപ് ബാം ഇടും. മോയ്സ്ചറൈസർ, ലിപ് ബാം മസ്റ്റ്. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ. അതൊക്കെ ഞാനങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോകുന്നത്. ഇതാണ് രാത്രി നല്ലതായിട്ട് മുടി കെട്ടി വെച്ച് കിടന്നാലുള്ളത്. രാവിലെ എനിക്കും അത്ര ടഫായിരിക്കത്തില്ല മുടി ചീവിയെടുക്കാൻ. കെട്ടി വെച്ചേക്കാം അല്ലേ? കഴുത്തിലൊക്കെ ചെറിയ പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ എന്നോട് അമ്മയും സാരിയും പറഞ്ഞു, ഇപ്പോൾ അതൊന്നും മൈൻഡാക്കണ്ട, എല്ലാം ഒരു ടൈം വന്നു ശരിയായിക്കോളും തന്നെ. ഇപ്പം ഒന്നും ഓർത്ത് വെറീഡ് ആവരുത്, ബോഡി ചേഞ്ചസ് പറഞ്ഞു. സോ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ ഓർത്തു. കാരണം എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവുന്ന ആളാണ്. ടെൻഷനൊക്കെ വരുമെന്ന് എനിക്ക്. അങ്ങനെ കുറച്ച് മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യണം. എൻ്റെ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അമ്മേ, ഇത്ര ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ ടയർഡാവുക. ചുമ്മാ അത്രയ്ക്കൊന്നുമില്ല. ഇനി നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ സെറ്റാക്കി റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് സാരി പോയി ഗൈസ്. ഞാൻ കയറുന്നതിന് മുന്നേ ഒരുക്കൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര ഫാസ്റ്റായിട്ട്. നമുക്ക് സൈറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ സാരി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. നമുക്കങ്ങനെ കുഞ്ഞ് പൊട്ടൊക്കെ വെച്ച് കൊടുത്താലോ? ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കിതൊക്കെ പൊട്ടൊക്കെ തൊടാൻ തോന്നും. അതിന് ഞാൻ തൊടുന്നു, മടിയാണ്. സോ ലെറ്റ്സ് ഗോ. കുറച്ച് വെള്ളം കുടിക്കാം. ഭയങ്കര ദാഹം കഴിഞ്ഞ് പരവേശമൊക്കെ എടുക്കുന്നു. കുറേ വെള്ളം കുടിക്കുക എണീക്കുമ്പോൾ തന്നെ, എന്നാലും പിന്നെ കുടിക്കാനുള്ളത്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും രാവിലത്തെ ഇതൊക്കെ കഴിക്കാം. കമോ. വെള്ളമൊക്കെ കുടിച്ചു. ആൻഡ് ടുഡേ ഐ എം ഹാവിങ് കിവി. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കിവി ആൻഡ് ആപ്പിളാണ് കഴിക്കുന്നത്. ഇന്നപ്പോൾ കിവിയുടെ ഡേ ആയിരുന്നു. അമ്മ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് ലഞ്ച് പ്രിപ്പറേഷൻസിലായിരുന്നു. സോ ഞാൻ ആ സൈഡിലിരുന്നപ്പോൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിച്ചു. പിന്നെ അമ്മയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. എവറി മീൽ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലാണെങ്കിൽ മാക്സിമം ഒരു 10 minutes എങ്കിലും നടക്കാൻ നോക്കും കേട്ടോ. ആ ടൈമിലായിരിക്കും ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും എന്തെങ്കിലും കാണുകയും കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമും റീൽസും ന്യൂസും ഒക്കെ ആ ടൈമിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആക്കാൻ നോക്കും. അങ്ങനെ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കഴിച്ചിട്ട് ഇപ്പം 1 hour ആയി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ ഗായ്സ്? നമുക്ക് നോക്കാം എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന്. ഐ ഓൾറെഡി നോ ബട്ട് സോ ഗായ്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു അപ്പവും സ്റ്റൂ കേട്ടോ. അപ്പം അപ്പം ചൂടോടെ ചുട്ടെടുക്കാനാണ് പറഞ്ഞു. ഞാൻ പാലിപ്പോൾ തിളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടുകൊണ്ടിരിക്കാം ഗൈസ്. അപ്പത്തേക്ക് പാലും തിളക്കുമായിരിക്കും.
സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ഗൈസ്. കുറച്ച് ടി വി ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എന്താ പരിപാടി നോക്കാം. ഫിലിമൊക്കെ കണ്ട് കുറച്ചേറെ നേരം ടി വി കണ്ടിരുന്നു പോയി. അപ്പോൾ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കിന് ടൈമായി. ഞാൻ ഇന്ന് കഴിക്കുന്നത് പഴം പുഴുങ്ങിയതും കരിക്കുമാണ്. കരിക്ക് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇപ്പം എടുക്കാൻ നോക്കാറുണ്ട്. ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ട് ഈ ടൈമിൽ. അപ്പം കരിക്ക് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. സോ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടേബിൾ ബോണിനൊരു വേദന പോലൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കാറുണ്ട്. ഓരോ 1 hour കൂടുമ്പോൾ കുറച്ച് നേരം ഒരു 5-10 minutes ഒക്കെ കിടക്കും, പിന്നെ എണീച്ചു പോകും. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാറ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നടക്കും ഇരിക്കും അങ്ങനെയൊക്കെ. ഒരേ പൊസിഷനിൽ തന്നെ കുറേ നേരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കിടക്കാനായിട്ട് കയറിയിരിക്കുമായിരുന്നു. നമ്മുടെ ശ്രാവണിൻ്റെ കസിൻ വന്നിട്ടുണ്ട്, നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ട്. അവരപ്പോൾ അച്ഛനായിട്ട് അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. കാണിക്കാട്ടോ. അയ്യോ പൊട്ടുപോയി ഗൈസ്, അറിഞ്ഞില്ല. എപ്പോഴാണോ പോയത് അത് പോയി ഗൈസ്. ശ്രാവൺ ഈസ് ബാക്ക്. എന്താ കുടിക്കുന്നത്? Mango smoothie. Mango smoothie for him. And he bought orange juice for me. പാവൻ ടൈം ഗൈസ്. നമുക്ക് വല്ല എൻജോയ് കഴിച്ചാലോ? ഇവർക്കെന്തോ ക്യാരക്ടർ ഇല്ലാത്ത ഈ സീലേക്ക്. ഗൈസ് ലഞ്ചൊക്കെ കഴിഞ്ഞു. സോ ഡെസേർട്ടിനായിട്ട് ഞാൻ കുറച്ച് കുക്കീസ് കഴിച്ചു. കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ശ്രാവണടുത്ത് നിന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഹീസ് വാച്ചിങ് കറുപ്പ് മൂവി. സോ നൗ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ പവർ നാപ്പ് ഗൈസ്. ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട് ഇവിടെ. കുറച്ച് നേരം കിടക്കാം, കുറച്ച് നേരം ഉറങ്ങാം. കാരണം രാത്രി അങ്ങനെ ഉറക്കം കിട്ടാറില്ല. അപ്പോൾ പകൽ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഉറങ്ങണം. എന്താ എല്ലാ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. Sean is going to play FIFA. ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് ഉറങ്ങാം. ഉറങ്ങി എണീറ്റിട്ട് കാണാം ഗൈസ്. നമ്മളപ്പോൾ ഉറങ്ങി എണീറ്റു. ശ്രാവണിയുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് പോയി ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാം കേട്ടോ. ചായ കുടിക്കാനുള്ള ടൈമായി. ഫുഡ് കറക്റ്റായിട്ട് കഴിക്കണം ഒന്ന്. Let's make some chai. സോ നമ്മളിപ്പോൾ ചായ തിളക്കാൻ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. കുറച്ച് നാളായിട്ട് ചായ ഇടയ്ക്ക് കുടിക്കാറുണ്ട്, പക്ഷേ കോഫി കുടിക്കാറില്ല. കോഫി കുടിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രേവിങ് പോലെ തോന്നുവാണെങ്കിൽ ഡീക്യാഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി പൊടി ഇട്ടിട്ട് അതാണ് കുടിക്കുന്നത്. പുറത്ത് കോഫി കുടിച്ച സമയം കുറേ നാളായി. എപ്പോഴും ചായ ഇപ്പോൾ കുടിക്കുന്നത്. ചായ ഇപ്പോൾ അത്രയ്ക്ക് ഹാംഫുൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ചായക്കായാലും ഷുഗറൊന്നും ഇടാതെ ജസ്റ്റ് കട്ടൻ പോലെ കുടിക്കുന്നത് അങ്ങനെ. സോ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ലോങ് വെയിറ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മനഃപൂർവ്വം തിളക്കത്തില്ല. എനിക്ക് ഒരു ഫോൺ എടുക്കാൻ ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ തിളച്ചു ബ്ലഡി പാല്. ചായ റെഡി. ചായക്ക് നമുക്ക് കൂട്ടാനായിട്ട് എനിക്ക് പണ്ട് തൊട്ടേ ഈ ബനാന ചിപ്സിനേക്കാളും ഇഷ്ടമായി ഈ ജാക്ക് ഫ്രൂട്ട് ചിപ്സാണ്. യുകെയിലൊക്കെ ഉള്ളപ്പം ഞാനും പിന്നെ എൻ്റെ ഫ്ലാറ്റിലുള്ള വേറെ ഫ്രണ്ട്സും ഉണ്ട്. നമുക്ക് ഭയങ്കര അഡിക്ഷൻ. ഞങ്ങളെപ്പോൾ പോയി വാങ്ങിച്ച് നോക്കുമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനും സെയിം സാധനം ഇഷ്ടം. പിന്നെ ഞങ്ങൾ വാങ്ങും. പുള്ളി വാങ്ങുമ്പോൾ എനിക്കും കൂടെ വാങ്ങുമായിരുന്നു. ചായയൊക്കെ കുടിച്ചു, ഡ്രസ്സൊക്കെ മാറി ഒരു ഈവനിങ് വോക്കിന് പോകട്ടോ. ഞാനും സാദിയും കൂടെ. ഡോക്ടർ പറഞ്ഞത് 30 minutes വോക്കെങ്കിലും വേണമെന്നാണ് ഇൻ സെക്കൻഡ് ട്രൈമസ്റ്റർ. സോ ഞാൻ എങ്ങനെയൊക്കെ അത് നടക്കാൻ നോക്കാറുണ്ട്. ഇവിടെ പുറത്ത് ചൂടായതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല എപ്പോഴും. സോ ഇപ്പം സൺസെറ്റ് കഴിഞ്ഞു. ഇപ്പം ഇച്ചിരിയൊക്കെ തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് പോവാം. ഇടയ്ക്ക് പോകാറുണ്ട്. ഞങ്ങളൊരു ഇവിടെ വന്നിട്ടൊരു
3-2 ടൈംസ് നടക്കാൻ പോയി. ബാക്കി സമയം അകത്തൂടെ പിന്നെ മാൾസിൻ്റെ അകത്തൂടെയൊക്കെ നടക്കാറ്. അവിടെ പിന്നെ AC ഉണ്ടല്ലോ. ഇന്നിപ്പം സാവിങ്ങളുള്ളവർ പുറത്ത് നിന്ന് പോയി നോക്കാൻ ഓർത്തു. ഇടയ്ക്കൊക്കെ നേച്ചറൊക്കെ കാണണ്ടേ. സോ ലെറ്റ്സ് ഗോ. സാവി അവിടെ വെയിറ്റ് ചെയ്യാൻ പുറത്ത്. ഞാൻ ശ്രാവണിൻ്റെ ഒരു വലിയൊരു കുപ്പായൊക്കെ എടുത്തിട്ട് നിൽക്കും കേട്ടോ. അത് ഇത്രയും വലുതായിട്ട് കാണുന്നത്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ആ കാണുന്ന വഴിയില്ലായിരുന്നു, അതിൽ കൂടെ ആയിരുന്നു നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം അത്രയും ദൂരം നടക്കാനൊന്നും വയ്യ. അത് നമ്മൾ അന്ന് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് 1 മണിക്കൂർ നടക്കുന്ന വഴിയായിരുന്നു. നമ്മൾ ചെറിയ റീറൂട്ട് ചെയ്ത് ഇങ്ങോട്ടൊക്കെ വരും. ശ്രാവൺ ചായ കുടിച്ചില്ല. ഈ കടകളെല്ലാം ഫുഡ് ഹട്ട്സ് ആട്ടോ, ഐ മീൻ ഫുഡ് സ്പോട്ട് ആട്ടോ. അപ്പം ശ്രാവൺ അവിടെ നിന്ന് ചായ കുടിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി കുടിച്ചു. അതുകൊണ്ട് എനിക്ക് ചായ വേണ്ട. ഞാൻ ശ്രാവണോടെ കമ്പനിക്കിരിക്കാം. ആ കാണുന്ന കടയില്ലേ, അവിടെ കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അവിടെ ചായ ഭയങ്കര ഫേമസ്. നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് നമുക്ക് ചായ തരും. നല്ല നാട്ടിലെ വൈബ് വരും അവിടുത്തെ ചായ കുടിക്കാൻ. കുടിച്ചിട്ടുണ്ട്, പക്ഷെ കുടിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നല്ല സൺസെറ്റൊക്കെ ആയി. See the lights. ചൂടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടയർനെസ് വരും ഗൈസ്. അല്ലാതെ നടന്നതിൻ്റെ ടയർഡിൽ ഭയങ്കര ചൂടാണ്. ഇപ്പം തന്നെ ഫുൾ സ്വെറ്റായി, ഭയങ്കര ചൂടാണ്. കമ്പനിക്ക് വന്ന ആൾക്ക് ഒരു എണ്ണോടെ വെച്ചത് ഗായ്സ്. സാബി കൊള്ളാല്ലേ? ഇവിടുത്തെ ഒരുപാട് ക്രിസ്പി ആട്ടോ. ഒരു ഇപ്പം ഉണ്ടാക്കിയിരുന്നു നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. പഴംപൊരി ഓൾസോ. ഇവിടുത്തെ മത്തേസ് നമ്മൾ ബാക്ക് ടു ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പോൾ ഇനി ഫ്രഷ് ആവണം. ഭയങ്കര ചൂടായിരുന്നു. ഓ മൈ ഗോഡ്. വന്നപ്പോഴേ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി ഞാൻ പെട്ടെന്ന് അലക്കാനിട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇട്ടത് തന്നെ എടുത്തിട്ടു. ശ്രാവൺ കുളിക്കാൻ കയറി. നെക്സ്റ്റാണ് എനിക്ക് ചാൻസ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഞാൻ ഓർത്തു ഈ ടൈമിൽ അമ്മയൊന്ന് വിളിക്കാമെന്ന്. ഇവിടെ സമയം ഏകദേശം 7:30 അപ്പോൾ അവിടെ ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വിളിക്കട്ടെ. ഗൈസ്, അപ്പോൾ ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. ഇറ്റ്സ് ടൈം ടു മേക്ക് ഡിന്നർ ഗൈസ്. നമ്മളപ്പോൾ ഇന്ന് ഓർക്കുന്നു അപ്പവും ഉച്ചയ്ക്കത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. രാവിലത്തെ അപ്പത്തിൻ്റെ ബാറ്ററി ഇരിപ്പുണ്ട്. സോ അപ്പവും ചിക്കൻ കറി ആക്കാം. ചിക്കൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോകും. പാലൊഴിച്ച് കറിയാക്കാൻ പോകും. ഉച്ചയ്ക്കത്തെ റോസ്റ്റ് നമ്മൾ ചിക്കൻ നിർവ്വാണം ഉണ്ടാക്കാൻ പോകും. സോ ഗൈസ്, നമ്മുടെ ഡിന്നർ റെഡി. അമ്മയുടെ ചിക്കൻ കറി മോഡിഫൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. ശ്രാവണപ്പോരും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സോ അങ്ങനെ ഡിന്നറും കഴിഞ്ഞു ഗൈസ്. ഇനിയും എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ കാണാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വിശന്ന ഒരു ആപ്പിളൊക്കെ കഴിക്കും. അതും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ഫ്രം ദീപിക.